ഇത് സുഖപ്രസവമായിരിക്കും. എന്തോന്ന് സുഖപ്രസവമായിരിക്കും ഒന്ന്. മിനിമം 6-7 മണിക്കൂർ വേദന തട്ടി പ്രസവിച്ചിട്ട് അതിനൊരു പേരും സുഖപ്രസവം എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. നീ കിടന്ന് കരയാതടി. നീ ഇങ്ങനെ കിടന്ന് അറിയുന്നില്ല. ഞാൻ ഇവിടെ ഡാൻസ് കളിക്കാൻ ചുമ്മാ നിർത്തിക്കാം. ഒരെല്ലാം വേണ്ട. ഉമ്മ നിർത്തിക്കണോ? ഇത് അന്ന് പറയണമായിരുന്നു. ഞാൻ എവിടെങ്കിലും പുറത്തു പോകുമ്പോ ഇവിടെ ഉടനെ വിളിക്കും. നിങ്ങൾ എവിടെ നിൽക്കണേ? 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറണം. ഇവിടെ എന്തോ കിഴങ്ങ് അവിച്ചു വെച്ചേക്കണത്. സമാധാനം ആയല്ലേ? നിനക്ക് സമാധാനം. എന്തായാലും പറഞ്ഞ അങ്ങ് പിണങ്ങിക്കോള്. ഇങ്ങോട്ട് വന്നേ. എടി ഇങ്ങോട്ട് വന്നേ. നമ്മക്ക് ജനിക്കുന്നത് ആൺകൊച്ചാണെങ്കിൽ എന്തോ പേരിടും? എന്റെ മുത്തശ്ശന്റെ പേരിടാ. എടി എങ്ങനെടി പിഞ്ചു കുഞ്ഞിനെയൊക്കെ അഞ്ചരക്കണ്ടി മോഹൻ എന്നൊക്കെ? അയ്യോ എനിക്ക് പ്രസവിക്കണ്ടേ. അയ്യോ എനിക്ക് പ്രസവിക്കണ്ട. അറിയാതടിയോ. ശരി, അപ്പൊ ഇത് വായിക്കൂടെ കക്കിടാനുള്ള പ്ലാനാണോ? ഇതാര്? സിസ്റ്റർ. മിസ്റ്റർ അല്ല സിസ്റ്റർ. എന്താ നിന്റെ പേരെന്താ? രേഷ്മ. നിങ്ങള് APL ആണോ BPL ആണോ? നമ്മള് BSL. ഞാൻ വല്ലതും വിളിച്ച് പറയുവേ? അയ്യോ വിളിച്ചാലും കിട്ടൂല. 3-4 മാസമായിട്ട് കട്ടായി കിടക്കുക. ഞാൻ വേറെ നമ്പർ തരാം, അതി വിളിക്കൂ. നിന്റെ ഒരു നമ്പർ ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് മതി. അതെ പറ മോളെ, എന്താ ജോലി? ഞാൻ ഇടയ്ക്ക് തൊഴിലുറപ്പിലൊക്കെ പോവാറുണ്ട്. നിന്റെ പണി എന്തുവാ? നിന്റെ പണി എന്തുവാ? ഇവള് ജോലിക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാ വീട് അനാഥമായി പോവല്ലോ. അപ്പൊ ഒരു കാവൽക്കാരനെ പോലെ ഞാൻ ഇവിടെ കാണും. പറഞ്ഞ പോലെ തന്നെ ഒരു പണിക്കും പോവില്ല, കള്ളത്തീറ്റി അത്രേ ഉള്ളു. ശരി കൊച്ചേ, നീ ഒരു കാര്യം ചെയ്യ്. നീ ദാരിദ്ര്യമൊക്കെ താഴെയാണോ മുകളിലാണോ എന്ന് പറഞ്ഞു തന്നെ. നമ്മള് ദാരിദ്ര്യക്ക് താഴെയാണോ മുകളിലാണോ എന്നൊക്കെ അവൻ സമ്മതിക്കുകയല്ല. അവൻ ആ കൊച്ചിനൊരു സ്വസ്ഥതയും കൊടുക്കുകയല്ല. ഇനിയും ഒരു ഞാൻ ദാരിദ്ര്യമൊക്കെ താഴെയെന്ന് എഴുതിക്കോളാം. ഞാൻ എഴുതിക്കോളാം അങ്ങ്. ചുമ്മാ ഓരോന്ന് കിടന്നങ്ങ് പറയും. എന്റെ പൊന്ന് പേടിക്കണ്ട കേട്ടോ. നീ സുന്ദരിയായ ഒരു കാര്യം പറയാം. നിങ്ങൾ മാത്രമല്ല ഇവിടെ പ്രസവിക്കാൻ വന്ന് കിടക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിലെ കൊച്ചു പെൺപിള്ളേരൊക്കെ പോകുന്നുണ്ട്. നിന്റെ ഈ പരിപാടി ഇവിടെ നടക്കത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? അയ്യാതൊക്കെ ഇരുന്നോണം പറഞ്ഞേക്കാം. സിസ്റ്ററെ ഇങ്ങോട്ട് വന്നേ. താമസത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ? രേഷ്മേ, ഒരു കാര്യമുണ്ട് കൊച്ചേ. ഇവിടുന്ന് കിട്ടുന്ന പൈസ മൊത്തം ഞാൻ വാടക കൊടുത്ത് തീർക്കുവന്നേ. പിന്നെ ഇന്നലെ ഞാനൊരു എന്റെ ഒരു ഗുഡ് ബി പരിചയപ്പെട്ടായിരുന്നു. അവന്റെ കൂടെ താമസം മാറ്റാനുള്ള താമസമല്ല ചോദിച്ചത്. ഇവിടെ എവിടെ കിടക്കണ്ടേന്ന്? ആ രണ്ടുപേരും കൂടെ ഒരുവട്ടേ കിടക്കും. നമുക്ക് വീട്ടിലെ പോലെ തന്നെ ഇവിടെ നമ്മൾ രണ്ടുപേരും കിടന്നോളാൻ പറഞ്ഞു. അയ്യോ അവന്റെ സന്തോഷം കണ്ടില്ലേ? വീട്ടിൽ രണ്ടുപേരും കൂടെ ഒരുപോലെ വീട്ടിൽ കിടക്കുന്നതാണല്ല പറഞ്ഞത്. പിന്നെ അപ്പുറത്തെ വാട്ടിൽ കിടക്കുന്ന ബിന്ദുവിന്റെ കൂടെ പോയി കിടക്കും. എനിക്ക് താല്പര്യമാണ്, പക്ഷെ എവിടെ സമ്മതിക്കില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം. നിനക്ക് സഹിക്കുകയാണ്. എന്താണ്? അല്ല നിനക്ക് അങ്ങ് സഹിക്കുന്നില്ലടാ. എന്താണ് നിങ്ങളല്ലേ പറഞ്ഞു പോയി കിടക്കാൻ? ഞാൻ നിനക്ക് കിടക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ആ കൊച്ചു പോയി കിടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അയ്യോ അവള് പോയി കിടന്ന ഭർത്താവായി ഞാൻ എവിടെ കിടക്കും? നിന്നെ പോലെയുള്ള കിഴങ്ങ ഭർത്താക്കന്മാർക്ക് കിടക്കാൻ. അതുകൊണ്ട് അതേ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ ഒരു ആൽമരം കണ്ടാ? അതിന്റെ ചവിട്ടി പോയി കിടാ. അയ്യോ അതിന്റെ ചവിട്ടി കിടന്ന കാക്ക തൂറൂലേ? അയ്യോ നീ എവിടെ കിടക്കുന്നെന്നും പറഞ്ഞു കാക്കക്ക് തൂറുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തര്? ഞങ്ങള് ഭാര്യയും ഭർത്താവും. നിങ്ങൾക്ക് എന്തര്? എനിക്കൊരു കുന്തിരി. നോക്കടി കോമഡി ഇട്ടാതായപ്പോ കുന്തരെന്ന് പറഞ്ഞിട്ട് പോണത്. ചേട്ടാ ഇവിടെ വന്നിരി. ഞാൻ വരുന്നില്ല. നിനക്ക് കിട്ടിയതൊന്നും പോരെ? അല്ല പിന്നെ ഇവര് ഓരോന്നൊക്കെ പറയണം. പറഞ്ഞോട്ടെ ചേട്ടാ ഒന്നും നോക്കണ്ട. നമുക്കേ കുഞ്ഞിന്റെ പേരൊക്കെ നോക്കണ്ടേ? നോക്കണം. അച്ഛൻ പറഞ്ഞേക്കുന്നത് മണ്ണിന്റെ മണമുള്ള പേരിടണമെന്നാ. അങ്ങനെയാണെങ്കിൽ മണ്ണിരേന്നിടാ. മണ്ണിരേന്നാ? അതപ്പോ മണ്ണിനടിയിലല്ലേ മണ്ണിന്റെ മണവും ഉണ്ടാവും. പെണ്ണുമ്പളെ മണ്ണിന്റെ പുറത്തുള്ള പേര് വേണം. അങ്ങനെയാണെങ്കിൽ വേട്ടവളിയിൽ നിന്നത്. അത് തന്നെ മണ്ണിന്റെ പുറത്തുനിന്ന് എടുത്ത് മേളിലോട്ട് കൊണ്ടുവച്ച് കൂടുണ്ടാക്കുമല്ലേ അതിന്റെ പണി. ഈ പെണ്ണുങ്ങൾ പറയുന്നതായിരിക്കും പിടിക്കണില്ല. ഞാൻ പറഞ്ഞാ കേട്ടോ. അച്ഛന്റെ പൊന്നേ തക്കുടു വാവേ, മക്കൾ അമ്മയുടെ വയറ്റി എന്തൊരു ചെയ്യണ്? അമ്മയുടെ വയറ്റി കൊച്ചു പാനിപൂരി കച്ചവടം ചെയ്യുന്നു. ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലേ. ചുമ്മായിരുന്നോണം. മക്കളെ തക്കുടു വാവേ, പുറത്തു വന്നിട്ട് അച്ഛനെ കാണണ്ടേ? പൊന്നു കൊച്ചേ, നിനക്ക് എന്തേലും സ്വാധീനം ഉണ്ടോ അതിനകത്ത് തന്നെ കേടാ.